നിങ്ങളറിയണം, ഇവിടെ നമ്മുടെ കേരളത്തിൽ ധാരാളം മഹാന്മാരുണ്ടായിട്ടുണ്ട്. ധാരാളം മഹത്തുക്കളുള്ള രാജ്യമാണ് കേരളം. ആ മഹത്തുക്കൾ ഒറ്റ മഹാനും, വലിയ വലിയ മഹാനുണ്ട്, ഒരൊറ്റ മഹാനും ഒരു ഫഖീഹിനെയോ ഒരു ആലിമിനെയോ ആക്ഷേപിച്ചിട്ടില്ല. ഒരു ഫഖീഹിനെയും ആക്ഷേപിച്ചിട്ടില്ല, ഒരു ആലിമിനെയും ആക്ഷേപിച്ചിട്ടില്ല. ധാരാളം മുഅ്മിനീങ്ങൾ സ്നേഹിക്കുന്ന വലിയൊരു മഹാനെ സംബന്ധിച്ച് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, ആ മഹാന് പറഞ്ഞത്, കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ല നിങ്ങളോട്, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞാണ് ശരി. അവർ പറഞ്ഞതാണ് ശരി. മഹാന്മാരായ ആൾക്കാർ ഇവിടെ ഫുഖഹാക്കൾ ഉലമാക്കൾ പറയുന്നതൊക്കെ അവരറിയുന്നുണ്ട്. അവരോട് പലരും പറഞ്ഞത് നമുക്കറിയാം. ആ സമയത്ത് മഹത്തുക്കളായ മഹാന്മാരായ ധാരാളം മുഅ്മിനീങ്ങൾ സ്നേഹിക്കുന്നവരായ അത്യുന്നതന്മാരായ ആളുകളൊക്കെ പറഞ്ഞതെന്താണെന്നറിയോ? അവർ അത് പറയട്ടെ, അവർ അത് പറയാൻ അർഹരാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് പറയുക. ഏതെങ്കിലും ഒരുത്തൻ അല്ലാഹു ആലം പറഞ്ഞുകൊള്ളോ ഇല്ലയെന്നറിയില്ല. അല്ലാഹു ആലം ഞങ്ങളുടെ നാട്ടിലെ പരിസരത്തുള്ള ഉലമാക്കളെ സംബന്ധിച്ച് അത് ബന്ധപ്പെട്ട കുടുംബങ്ങളും ആളുകളുമൊക്കെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. മരണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരാൾ ഇസ്ബാത്ത് ചെയ്യുന്നു, മറ്റാൾ നഫി ചെയ്യുന്നു. ആരാണ് ദലീൽ കൊണ്ടുവരേണ്ടത്? അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബഹുഭൂരിപക്ഷം ആളുകളും നാട്ടുകാരും ബന്ധപ്പെട്ടവരും ഒക്കെ പറയുന്നു. എന്നിട്ടും വീണ്ടും അതിങ്ങനെ വിളിച്ചറിയും. വീണ്ടും അതൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിളിച്ചു പറയുമ്പോൾ നമുക്ക് അവരെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലും അതേപോലെ സമ്പത്തുകളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. അങ്ങനല്ലേ അല്ലാഹു പറഞ്ഞത്? വലതസ്മഉന്ന, തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കും. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും, നിങ്ങളെ മുൻഗാമികളായ ആളുകൾ, കിതാബ് നൽകപ്പെട്ട മുൻഗാമികളായ ആളുകൾ, വമിനല്ലദീന അശ്റകൂ, അവരിൽ നിന്നും നിങ്ങൾ കേൾക്കും. അദൻ കസീറാ, ഒരുപാട് വിഷമിക്കുന്ന വാർത്തകൾ കേൾക്കും. ഈ അഹ്ലി കിതാബുകളെക്കാളും അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളെക്കാളും വലിയ കടുപ്പമുള്ളവരല്ലേ മുനാഫിഖീങ്ങൾ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കിതിലൊന്നും അത്ഭുതമില്ല. അവർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ആലിമീങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം അവർക്ക് കൊടുക്കുമാറാകട്ടെ. ഒരു മുഅ്മിനും ചീഞ്ഞു പോകണമെന്ന് മറ്റൊരു മുഅ്മിൻ ആഗ്രഹിച്ചുകൂടാ. അങ്ങനെയാണ് ഗസാലി ഇമാം വിദാഹത്തുൽ ഇദായിൽ പറഞ്ഞത്. നിന്നെപ്പറ്റി ആക്ഷേപിച്ച ആളുകൾക്ക് വേണ്ടി നീ നല്ലപോലെ ദുആരക്കണം. മഹാനായ ഇബ്നു ഹജർ ഹൈതമിയാകുന്ന വലിയ ഫഖീഹ്, അതിനേക്കാളും വലിയ ഫഖീഹൊന്നും ഇപ്പല്ലല്ലോ. എന്നിട്ടൊരാളെ പറയരുത്, എന്ത് ഫഖീഹാണോ തേങ്ങാക്കൊല. ഫഖീഹിനെ പറ്റി തേങ്ങാക്കൊല എന്നറിയും. ഫഖീഹിനെ പറ്റി ഏതെങ്കിലും മനുഷ്യന്മാർ തേങ്ങാക്കൊല എന്നറിയും. എന്തപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്തപ്പോൾ നമ്മൾ കാട്ടുക? നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പറഞ്ഞു തരാം. നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമെന്ന് അല്ലാഹു ആലു ഇമ്രാനിൽ 186-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഇതൊക്കെ കേൾക്കും. അദൻ കസീറ വഇൻ തസ്ബിറു വതത്തഖു. അങ്ങനെയല്ലേ അല്ലാഹു പറഞ്ഞത്? നിങ്ങൾ ക്ഷമിക്കുക, തഖ്വയുള്ളവരാവുക. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അതാണ് വേണ്ടത്. അതാണ് ദൃഢമായ വിഷയങ്ങളിൽപ്പെട്ടതെന്നല്ലേ അല്ലാഹു പറഞ്ഞത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീനാണ്. അമീനല്ല, അൽ അമീനാണ്. തുല്യതയില്ലാത്ത അമീനാണ് മുത്തുനബി. ആ മുത്തുനബിയെ സംബന്ധിച്ചല്ലേ 40 കൊല്ലം അവരെ കൂട്ടത്തിൽ അവർക്ക് പരിചയമുള്ള ആളല്ലേ. എന്നിട്ടല്ലേ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ ഇന്നക ശാഇറും മജ്നൂൻ എന്ന് പറഞ്ഞത്. മുഖത്ത് നോക്കിയിട്ടല്ലേ പറഞ്ഞത്? ഇന്നക ശാഇറും മജ്നൂൻ എന്ന് മുത്തുനബിയെ ആക്ഷേപിച്ച് പറഞ്ഞില്ലേ? ശരീഅത്ത് പറഞ്ഞതിൻ്റെ പേരിൽ, ഫിഖ്ഹ് പറഞ്ഞതിൻ്റെ പേരിലല്ലേ 3 ഖലീഫമാർ കൊല്ലപ്പെട്ടത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്? താടി പിടിച്ചിട്ട് അറുത്തിട്ടല്ലേ ഉസ്മാൻ എന്നവരെ കൊന്നത്. ഞാൻ പറയുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളാരും ബേജാറാകരുത്.
നിങ്ങൾക്ക് ആർക്കും വിഷമുണ്ടായിക്കൂടാ. നിങ്ങൾ സ്നേഹിക്കുന്നവരെ പറ്റി പറയുമ്പോൾ എത്രയോ ഉമ്മമാരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറത്തും പരിസരത്തുമുള്ള ധാരാളം ആളുകൾ അവർ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവരുടെ എല്ലാമെല്ലാമായ അവരുടെ ഉസ്താദുമാരെ സംബന്ധിച്ചൊക്കെ ആ രാജ്യത്തിൻ്റെ പേരെടുത്ത് പറയാം. ആ രാജ്യത്തിൻ്റെ പേരെടുത്ത് പറയുമ്പോൾ എത്രയെത്ര മുഅ്മിനീങ്ങൾ വേദനിക്കുന്നുണ്ട്. ഇതിന് വല്ല എവിഡൻസ് ഉണ്ടോ? ഇതിന് വല്ല തെളിവുണ്ടോ? ഇങ്ങനെ മുഅ്മിനീങ്ങളായ ആളുകളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇതിനൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും. ഏറ്റവും കൂലി കിട്ടുന്ന ആള് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദാണ്. ആ ഉസ്താദിനെ പോലെ ആർക്കാ ഇവിടെ കൂലി കിട്ടിയിട്ടുള്ളത്? സുബ്ഹാന ജല്ല ജലാലു. 1964 വാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് ഉസ്താദ് വന്ന് പ്രിയപ്പെട്ടവരെ മങ്ങാട് ദർസ്, പൂനൂരെടുത്ത മങ്ങാട് ദർസ് തുടങ്ങി. ആ ദർസിൽ ഉസ്താദിന്റെ ആദ്യ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു മഗ്ഫിറത്ത് റഹ്മത്ത് നൽകട്ടെ. മൊയിലേർ എന്നേ ചെറിയ ഉസ്താദ് പറയുള്ളൂ, മൊയിലേർ എന്നേ പറയുള്ളൂ. ചെറിയ എ പി ഉസ്താദ്, ആ ഉസ്താദിന്റെ അവസാനത്തെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ സുൽത്താനുൽ ഉലമ സുഖമില്ലാതെ കിടക്കുമ്പോഴുണ്ടായൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ മൊയിലേരിനെ മഹാനുകളെ അഭിസംബോധന ചെയ്യുന്നുള്ളൂ. ആദ്യം ദർസ് തുടങ്ങിയിട്ട് ആ ദർസ് റമദാനിക്കും ദർസ് തന്നെ. ഞങ്ങൾക്ക് വെള്ളിയാഴ്ച മഹാനായ സുൽത്താനുൽ ഉലമ ജസരി ചൊല്ലിത്തരും, റമദാനിക്ക് സ്വദറ ചൊല്ലിത്തരും. ഏതാണ് ഈ കിതാബൊക്കെ? ഈ സ്വദറ എന്ന് പറയുന്ന ഹിദായത്തുൽ ഹിക്മന്റെ ശറഹായ സ്വദറൊക്കെ ഏതാണ് കിതാബ്? അത് വാഖിയാത്തുനിന്ന് വന്ന കൊല്ലം തന്നെ ദർസ് നടത്തുന്നു മഹാനായ സുൽത്താനുൽ ഉലമ. മഹാനായ സുൽത്താനുൽ ഉലമയെ പറ്റി കുറ്റിപ്പുറം ഉസ്താദ് വല്ലാതെ പറയാറുണ്ട്. ഷംസുൽ ഉലമയെ പറ്റി വല്ലാതെ പറയാറുണ്ട്. ഷംസുൽ ഉലമക്ക് ദുനിയാവ് മുഴുവനും കൊടുത്താലും അവിടുത്തെ ദീനിന്, അവിടുത്തെ ഇൽമിന് തുല്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഇൽമ് അത്രക്കും അപാരമാണ്. ഷംസുൽ ഉലമ വേലൂർ വാഖിയാത്തു സാലിഹാത്തിൽ 1940 ഒന്നാമത്തെ റാങ്കോടുകൂടെ പാസ്സായി 946 വരെ അവിടെ മുദരിസാണ്. ആ കാലയളവിലാണ് ഷംസുൽ ഉലമക്ക് വസൂരി ഉണ്ടായത്. ആ വസൂരിന്റെ കലയാണ് ഷംസുൽ ഉലമയുടെ മുഖത്തുള്ളത്. ബാഖിയാത്തിൽ നിന്നുണ്ടായതാണ്. ആ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ദർസ് നടത്തിയ മഹാൻ, അവിടെ മഹാന്മാരായ അബ്ദുറഹീം ഹസ്രത്തിനെ പോലെ, അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിനെ പോലെ വലിയ വലിയ മുഹഖിഖീങ്ങളായ ആളുകളുടെ കാലഘട്ടത്തിൽ, ശൈഖുന ആദം ഹസ്രത്തിന്റെ കാലത്തൊക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി മഹാനൗറുകൾ ഖാദി മുബാറക് എന്ന് പറയുന്ന വലിയ കിതാബിന്റെ പരീക്ഷയിൽ 100 മാർക്ക് വാങ്ങിച്ച അപൂർവം വ്യക്തികളിൽപ്പെട്ട ആളാണെന്ന് പ്രിയപ്പെട്ട ബാപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രക്കും വലിയ ആളാണ് മഹാനായ താജുൽ ഉലമ. 950 ബാഖിയാത്തിൽ ചെന്ന് 952 ഒന്നാമത്തെ റാങ്കോടുകൂടെ പാസ്സായി. താജുൽ ഉലമ ബാഖിയാത്ത് നിങ്ങോട്ട് പോരുമ്പോഴാണ് കുറ്റിപ്പുറം ഉസ്താദ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്നപ്പോ ബാഖിയാത്ത് മുഴുവൻ താജുൽ ഉലമയെ പ്രശംസിക്കുകയാണ്. കരുവന്തിരുത്തിക്കാരൻ കുഞ്ഞിക്കോയത്തങ്ങൾ നടന്ന് പറയാം, അവരെ പ്രശംസിക്കുകയാണ്. അത്രക്കും അവിടെ കിതാബ് ചൊല്ലിക്കൊടുത്ത് 7 കിതാബുകൾ ദർസിയായിട്ട് താജുൽ ഉലമ ഓതുമ്പോൾ 10 കിതാബുകൾ ഖാരിജിയായിട്ട് ദർസ് എടുത്തുണ്ട്. അവരെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളറിയുമോ, ഈ താജുൽ ഉലമയും അവിടുത്തെ ഉസ്താദ് കുറ്റിപ്പുറം ഉസ്താദിന്റെ ബാഖിയാത്തിലെ പ്രധാനപ്പെട്ട ഉസ്താദ് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്, അള്ളാഹു ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ, തുല്യതയില്ലാത്ത പണ്ഡിതനാണ്. ആ ഷെയ്ഖ് ഹസൻ ഹസ്രത്തും വെളിമുക്കിലെ കാസർകോട് തളങ്കരയിൽ 35 കൊല്ലം ഖാദിയായ പുലി മുസ്ലിയാർ പേരിൽ അറിയപ്പെടുന്ന അവറാൻ മുസ്ലിയാർ 35 കൊല്ലമാണ് ഖാദിയായത്. ആ അവറാൻ മുസ്ലിയാരുമൊക്കെ ബഹുമാനപ്പെട്ട പിതാവ് പുതിയാപ്പള പോകുമ്പോൾ കൂടെ പോയ ആൾക്കാരവരൊക്കെ. പുതിയാപ്പള പോകുമ്പോൾ താജുൽ ഉലമ കൂടെ ഉണ്ട്, ഷെയ്ഖ് ഹസനത്ത് കൂടെ ഉണ്ട്, അവറാൻ മുസ്ലിയാർ കൂടെ ഉണ്ട്. ആരാണ് ഇവരൊക്കെ? പുതിയാപ്പള പോകുമ്പോൾ വയസ്സായിട്ടൊന്നുമല്ലല്ലോ പോവുക. അപ്പം ആ ചെറുപ്പത്തിൽ തന്നെ, ആ പ്രായത്തിൽ തന്നെ ഈ മഹാന്മാരുമായിട്ടൊക്കെ വലിയ ബന്ധം. ഈ മഹാന്മാരുമായി വലിയ 4 കിലോമീറ്റർ രാത്രി നടന്നിട്ടാണ് പോണത്. 4 കിലോമീറ്റർ കുറ്റിപ്പുറത്ത് അങ്ങനെ ഒരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല. 4 കിലോമീറ്റർ 950കളിലൊക്കെ നടന്നിട്ടല്ലേ പോവുക. അതിന് പോയത് ഈ മഹാന്മാരായ ആൾക്കാരാണ്. അങ്ങനെ ബന്ധമുണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് ഈ മഹാന്മാരെയൊക്കെ ഓർമ്മ വേണം. ആ മഹാന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമയെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ ആക്ഷേപിക്കുന്ന ആൾ, അവരെ പറ്റി നമ്മൾ എന്ത് പറയാനാ? എന്താ നമ്മൾ അവരെ പറ്റി പറയാം? സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓന് നമ്മൾ എന്താ പറയാ?
സൂര്യൻ അങ്ങനെ ഉദിച്ചിട്ട് ആ സൂര്യൻ ഉദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് എന്താണ് അവരെ പറ്റി പറയുക? ഇത്രമാത്രം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്നു. പാപ്പ അങ്ങനെയാണ് പറയുന്നത്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആള് എന്നാണ് പറയാറുള്ളത്. മഹാന്മാരെ പറ്റിയൊക്കെ പറയും, അവിടെ പിന്നെ മറ്റു വിഷയങ്ങളൊന്നും നോക്കാറില്ല. അങ്ങനെയല്ലേ വേണ്ടത്? മഹാന്മാരായ ആളുകളൊക്കെ സ്നേഹിക്കല്ലേ വേണ്ടത്? സംഘടനാപരമായൊക്കെ അഭിപ്രായ വ്യത്യാസം അതൊക്കെ ഒരു വേറെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് ഖാനായ സുൽത്താനുൽ ഉലമയെ എങ്ങനെയാണ് അധിക്ഷേപിക്കാൻ കഴിയുന്നത്? 900 പള്ളികളാണ് ഉണ്ടാക്കിയത്. 2 ദിവസം മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ച ദാറുൽ മആരിഫിന്റെ സമ്മേളനത്തിന് ഉസ്താദ് വന്നപ്പോൾ പടച്ച തമ്പുരാന് ഉസ്താദിന്റെ ദുആ എന്താണ്? ഉസ്താദിന് എന്തിനാ കൊണ്ട് വരുന്നത്? ഉസ്താദിന് വന്നില്ലെങ്കിൽ എന്താ? ആ പ്രായത്തിൽ ആ വിഷമം സഹിച്ച് എന്നെ കൊണ്ടാകുന്നത് എന്തെങ്കിലും ദീനിന് വേണ്ടി സഹായമാകട്ടെ എന്ന് വിചാരിച്ച് ഉസ്താദ് ദ്വാരക്കുന്നതൊക്കെ ആഖിറത്തിനെ പറ്റിയിട്ട് ഉസ്താദ് എന്തോ തീരുമാനിച്ചതുപോലെയുണ്ട്. എല്ലാം ആഖിറത്തിനെ സംബന്ധിച്ച്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദർസ് നടത്തുകയും പള്ളികൾ ഉണ്ടാക്കുകയും നമുക്കറിയാലോ, മഹാനായ ഉസ്താദ് രോഗം പിടിക്കുന്ന അവസരത്തിൽ ആ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ മർക്കസിലുണ്ട്. ഈ നാട്ടിലെ ഈ നമ്മുടെ മഹല്ലത്തിലെ ഒരു വിവാഹത്തിൻ്റെ വിഷയം പറയാൻ വേണ്ടി, നമ്മുടെ ഖാദിയാണല്ലോ, ഒരു വിവാഹത്തിൻ്റെ ഫസ്ഖ് സംബന്ധമായ വിഷയം പറയാൻ വേണ്ടി റബീഉൽ അവ്വൽ 12-ന് നമ്മളെ മൗലിദൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയതാണ്. അങ്ങനെ 12-ന് കഴിഞ്ഞിട്ട് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് ഉസ്താദ് നോൾ സിറ്റിയിൽ നിന്നിട്ട് മൗലിദ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അത് മുഴുവനും അവിടെ നിന്ന് ഹബീബ് ഉമർ വന്ന് ആ ദുആയിലൊക്കെ പങ്കെടുത്തിട്ട് അവിടെ മഹാനായ ചുള്ളിക്കോട് സഖാഫിയും അതേപോലെ സീഫൈസിയും ഒക്കെ ആ രംഗം നിയന്ത്രിച്ചത് അപാരമായ നിയന്ത്രണ കഴിവായിരുന്നു അവർക്ക്. കാരണം ഉസ്താദിന് അങ്ങനെ ഒരു രോഗം അതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടില്ല. അത്രയും ഉസ്താദ് മർക്കസിൽ മുഴുവനും നിറഞ്ഞു നിന്ന് ഉസ്താദില്ലാത്തൊരു പരിപാടി അവിടെ ഇല്ല. ആ പരിപാടികൾ മുഴുവനും നിയന്ത്രിച്ച് വന്ന ആളുകൾക്കൊക്കെ സമാധാനമാകുന്ന രൂപത്തിൽ അവർ നിയന്ത്രിച്ചത് ഞാനതിന് സാക്ഷിയാണ്, ഇത്തിഫാഖിയാണ്, ഞാൻ അവിടെ എത്തിപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമയോട് ഒരിക്കൽ ഉമ്മാന്റെ അസുഖം പറഞ്ഞപ്പോൾ, നിസ്കരിക്കാനൊക്കെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ താജുൽ ഉലമ എന്നോട് പറഞ്ഞു, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? ആഫിയത്തുള്ള കാലത്ത് ചെയ്താൽ, ആഫിയത്ത് നഷ്ടപ്പെട്ടാൽ, ചെയ്യാതിരുന്നാൽ ആ കാലത്ത് പ്രതിഫലം കിട്ടുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് സമാധാനിപ്പിച്ചു. അതുപോലെ ഉസ്താദ് ഓടി നടന്ന കാലം, ആ കാലത്തുള്ള പ്രതിഫലമൊക്കെ ഉസ്താദിന് കിട്ടുകയാണ്. അതോടുകൂടെ തന്നെ പ്രായമാകുമ്പോൾ അസുഖം കൊടുക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നതല്ലേ? മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നതല്ലേ? എത്ര ആളുകൾക്കാണ് രോഗമുണ്ടായത്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഫിഖ്ഹ് പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടില്ലേ? അവരെ ഫിഖ്ഹ് പറഞ്ഞതിൻ്റെ പേരിലല്ലേ ജയിലിലടക്കപ്പെട്ടത്? അഹ്മദ് ഇബ്നു നസ്ർ അൽ-ഖുസായിയുടെ തലവെട്ടിയില്ലേ ഫിഖ്ഹ് പറഞ്ഞതിൻ്റെ പേരിൽ? ഇങ്ങനെ അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാഉ ഫൽ-അംസലു ഫൽ-അംസൽ, അംബിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ബലാ ഉള്ളവരെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫുഖഹാഇനെയും ഉലമാഇനെയും ഇവിടെ എതിർത്തവർ വഹാബികളാണ്. ഫുഖഹാഇനെ കുറ്റം പറഞ്ഞവർ, ഫുഖഹാഇനെ വിമർശിച്ചവർ നമ്മുടെ കേരളത്തിൽ വഹാബികളാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് മഹാനായ ശൈഖുന ഇ.കെ. ഹസ്സൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. അവിടുത്തെ 57-ാമത്തെ വയസ്സിൽ വലിയ രോഗം പിടിച്ച് മഹാനൗറുകൾ വഫാത്തിന്റെ ഘട്ടത്തിൽ ആ ശൈഖുനാക്ക് കത്തെഴുതിയത് സാക്ഷാൽ ഉമർ മൗലവിയാണ്. നിങ്ങൾക്ക് നല്ല മരണം കിട്ടണോ, നിങ്ങൾക്ക് നല്ല മരണം കിട്ടണോ, നിങ്ങൾക്ക് നല്ല മരണം കിട്ടണോ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഹസ്സൻ മുസ്ലിയാർക്കെതിരെ തിരിഞ്ഞത് ആരായിരുന്നു? ഹസ്സൻ മുസ്ലിയാർ. ഹസ്സൻ മുസ്ലിയാരെ മാറ്റിയിട്ട് ഒരു സുന്നത്ത് ജമാഅത്തുണ്ടോ? ഇവിടെ സുന്നത്ത് ജമാഅത്തുണ്ടോ? ഹസ്സൻ മുസ്ലിയാരെ മാറ്റിയിട്ട് മഹാനായ ഹസ്സൻ മുസ്ലിയാരുടെ ശരീരം മുഴുവനും ആരോഗ്യം മുഴുവനും എല്ലാം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാറ്റിവെച്ചതല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്ലിം തസ്ലിം എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളൊക്കെ വേദനിച്ചില്ലേ? ആ ഹസ്സൻ മുസ്ലിയാർ വഫാത്തായപ്പോ പത്രത്തിൽ വന്ന ഫോട്ടോ വരെ എങ്ങനെയായിരുന്നു? അങ്ങനെ വഹാബികളായ ആൾക്കാരാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഫുഖഹാഇനെ എതിർത്തിട്ടുള്ളത്. വഹാബികളായ ആളുകളാണ്. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർക്ക് നല്ല മരണം കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ വഹാബികൾ? മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന് നല്ല മരണം കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ വഹാബികൾ? മഹാനായ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ സംബന്ധിച്ച് വഹാബികൾ പറഞ്ഞില്ലേ?
സുബ്ഹാന ജല്ല ജലാലു മഹാനായ പാങ്ങുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വഹാബികളുടെ പേടി സ്വപ്നമായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, അവരെ സംബന്ധിച്ചും വഹാബികൾ പറഞ്ഞില്ലേ, കണ്ണി പറ്റില്ല പതി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ ആക്ഷേപിച്ചിരുന്നു. അവർ കണ്ണിയത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ആക്ഷേപിച്ചിരുന്നു വഹാബിമാർ. പറപ്പൂരിന്റെ പുറപ്പാട് പാങ്ങുപെട്ട പാട് എന്നൊക്കെ പറഞ്ഞിട്ട് പാങ്ങുകാരനെ ആക്ഷേപിച്ചിരുന്നു വഹാബികൾ. പറപ്പൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പുറപ്പെട്ടപ്പോഴത്തേക്ക് പാങ്ങുകാരൻ വല്ലാതെ പെട്ടു എന്നാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. ഇതൊക്കെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളോടൊക്കെ പറയുന്നത്, മഹാന്മാരായ ആളുകളെ ഈ രൂപത്തിൽ ആക്ഷേപിച്ചത് ഇവിടെ വഹാബികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വഹാബികൾ ആദ്യകാലത്ത് പ്രിയപ്പെട്ടവരെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ നല്ല തലയെക്കെട്ടുണ്ടായിരുന്നു. കെ എം മൗലവിക്ക് നല്ല തലയെക്കെട്ടുണ്ട്, അവർക്കൊക്കെ നല്ല തലയെക്കെട്ടുണ്ടായിരുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വേഷം കിട്ടിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഇതൊക്കെ ശിർക്കാണെന്ന് പറയുന്ന ശൈലിയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഖദ്ദാബീങ്ങളായ ആൾക്കാർ കടന്നു വരുമ്പോ ഇയ്യാക്കും വ ഇയ്യാഹും, സത്യം പറഞ്ഞ് നല്ലപോലെ മനസ്സിലാക്കി കൊടുത്തിട്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അവർക്ക് ഖദ്ദാബിന്റെ അർത്ഥം അറിയാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ അവർക്കൊക്കെ അറിയാമല്ലോ. അവരെ പറ്റി മുത്ത് റസൂലുള്ളാഹി പറഞ്ഞത് ഇയ്യാക്കും വ ഇയ്യാഹും എന്നാണ്. ഇവിടെയുള്ളവരോടൊക്കെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ്. അതുകൊണ്ട് അവർ പുറമേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയും, ഞങ്ങൾ മശായിഖന്മാർ ആളുകളാണെന്ന് പറയും. മശായിഖന്മാർക്ക് പൊരുത്തമില്ലാത്തത്, ഔലിയാക്കന്മാർക്ക് പൊരുത്തമില്ലാത്തത്. കാരണം അവരാരും ഫഖഹായിനെ കുറ്റം പറഞ്ഞിട്ടില്ല, അവരാരും ഫഖഹായിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അവരുടെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യാത്തതും പ്രോത്സാഹിപ്പിക്കാതും ഒക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വഹാബികളും ഇങ്ങനെ തന്നെയായിരുന്നു. മഹാനായ ഇഖ്യാസ് മുസ്ലിയാർ വഹാബി എന്ന് തന്നെ പറയില്ല, വഹാബി എന്നേ പറയുള്ളൂ. വഹാബി എന്നുള്ള അള്ളാന്റെ പേര് അവർക്കൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വഹാബി എന്നേ മഹാനവറുകൾ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ മഹാനായ പതി ഉസ്താദ് പറഞ്ഞൊരു വാക്ക്, എന്താണ് പതി ഉസ്താദ് പറഞ്ഞത്? ഏതൊരു വഹാബിക്കും ഒരു ഉസ്താദിന്റെ കുരുത്തക്കേടുണ്ടാകും, ഏതൊരു വഹാബിക്കും ഒരു ഉസ്താദിന്റെ കുരുത്തക്കേടുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ പതി ഉസ്താദ് പ്രസംഗം തുടങ്ങാറുള്ളത്. അത് വളരെ ശരിയാണ്. ഏതൊരു വഹാബിയുണ്ടോ അതിനൊക്കെ ഉസ്താദിന്റെ കുരുത്തക്കേടുണ്ടാകും. അവരുടെ ഈ ഉസ്താദുമാരെ സ്നേഹിക്കാത്ത ആളുകളുടെ പ്രസംഗത്തിൽ ഉസ്താദുമാരെ പറ്റി പറയില്ല, അവരെ മദ്ഹില്ല, അവർക്ക് തിരിയാത്തവരാണ്, ജാഹിലീങ്ങളാണെന്നൊക്കെയാണ് പറയുക. സുബ്ഹാന ജല്ല ജലാലു. സ്വന്തം ഉസ്താദുമാർ നിങ്ങൾ നോക്ക്, സുലൈമാൻ ഉസ്താദ് സംസാരിക്കുമ്പോൾ ഉസ്താദുമാരെ പറ്റി പറയാത്ത ഒരു സംസാരമില്ല. എ പി ഉസ്താദ് സംസാരിക്കുമ്പോൾ രണ്ട് ദിവസം മുമ്പ് ദാറുൽ മആരിഫിൽ വന്നപ്പോൾ തന്നെ ഉസ്താദ് തുടങ്ങുന്നത് എൻ്റെ ഉസ്താദ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സുലൈമാൻ ഉസ്താദിന്റെ സംസാരത്തിൽ എണ്ണിക്കുട്ടി പാപ്പയും ബഹുമാനപ്പെട്ട ഹക്കുൽ മുഹക്കിക്കീനും വീരാൻകുട്ടി മുസ്ലിയാരും ഓക്കെ ഉസ്താദ് ബഹറുൽ ഉലൂമും കടന്നു വരാത്തൊരു സംസാരമില്ല. മഹാന്മാരൊക്കെ അങ്ങനെയാണ്. ഈ ബന്ധം വിച്ഛേദിച്ചത് മൗദൂദിയാണ്. അയാൾ മൗദൂദി മതം കൊണ്ടുവന്നപ്പോൾ, അയാൾ ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്നപ്പോൾ ആദ്യം ചെയ്തതെന്താ? പരമ്പരാഗതമായി എനിക്ക് ഉസ്താദുമാരെ വക്കെന്ന് കിട്ടിയ ചങ്ങല ഞാൻ പൊട്ടിച്ചെറിയുന്നു എന്നാ പറഞ്ഞത്. അയാൾ എങ്ങനെയാണ് പറഞ്ഞത്? ഈ മൗദൂദിന്റെ ഖലീഫയായിരുന്നു മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആള്. അയാൾ വളാഞ്ചേരിക്കാരനാണ്. ആ വളാഞ്ചേരിക്കാരനായ മുഹമ്മദ് അലി ജമാഅത്ത് ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫ. അയാൾ വെറും സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ട് അതേ ബുർദന്റെ മജ്ലിസ് ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് അവസാനമായിട്ട് ബുർദ ശിർക്കാന്ന് പറയും. കുറേ ദിവസം ബുർദ ചെല്ലും, അതിനെപ്പറ്റി വിശദീകരിക്കും, എന്നിട്ട് വഅദ് നിർത്തുന്ന ദിവസം ബുർദൊക്കെ ശിർക്കാന്നും പറയും. ഇത് നമ്മൾ സൂക്ഷിതൊക്കെ മുമ്പൂടെ കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയുന്ന ഒരുപാട് ആളുകൾ, അവരെയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടത് ഉസ്താദുമാരും അവരും തമ്മിലുള്ള ബന്ധമെന്താണ്? ഉസ്താദുമാരുടെ ആ സിൽസിലയിലൂടെ അല്ലാതെ എങ്ങനെയാ മുത്തുനബിയിലേക്ക് ചെന്നെത്തുക? എങ്ങനെയാ മുത്തുനബിയിലേക്ക് ചെന്നെത്തുക? ആ ഉസ്താദുമാരെ തള്ളിപ്പറയുന്ന ആൾക്കാരാരാണോ, ഉസ്താദുമാരുടെ മദ്ഹ് പറയാത്തവരാരാണോ, അവരെ ഇയ്യാക്കും വ ഇയ്യാഹും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. നമുക്ക് വേറെ ഒന്നും ഹുക്മ് ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ കുറ്റിപ്പുറം ഉസ്താദിന്റെ ജീവിതം മുഴുവനും തുറന്ന പുസ്തകമാണ്. കുറ്റിപ്പുറത്തുകാരായ ആളുകൾക്ക് നല്ല പോലെ അറിയാം. 50 കൊല്ലമാണ് മഹാനൗറുകൾ പ്രിയപ്പെട്ടവരെ കുറ്റിപ്പുറം ഖാദിയായത്. 50 കൊല്ലമാണ് ഖാദിയായത്. 50 കൊല്ലം ഖാദിയായിട്ട് ആ ഖാദിയായതിൻ്റെ പേരിൽ ഒരു പൈസ പോലും വരുമാനം സ്വീകരിച്ചിട്ടില്ല. ഒരു നിക്കാഹിൻ്റെ വരുമാനമില്ല, ഒരു ഖുത്ബന്റെ വരുമാനമില്ല, ഒരു വിഷയത്തിൻ്റെയും വരുമാനമില്ല. ഖാദി എന്ന രൂപത്തിൽ ഒരു വരുമാനവും സ്വീകരിച്ചിട്ടില്ല. 50 കൊല്ലമാണ് ഒരു മഹല്ലത്തിൻ്റെ പ്രസിഡന്റായത്. അങ്ങനെ
2 ലക്ഷത്തോളം രൂപ മാസ വരുമാനമുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് വഫാത്താകുന്നത്. അത് പിരിച്ചിട്ട് കൊടുത്തിട്ടാണ് വഫാത്താകുന്നത്. ഒരു നാട് സർവസമ്മതമായി അംഗീകരിക്കപ്പെടുന്ന വഫാത്തായപ്പോ കുറ്റിപ്പുറത്ത് ഹർത്താൽ ആചരിച്ചു. ഹർത്താലിന്റെ ഇസ്ലാമിക നിയമമൊക്കെ വേറെ, അവിടെ എല്ലാവരും ഹർത്താൽ ആചരിച്ചു. എന്നിട്ട് വഫാത്ത് കഴിഞ്ഞ് കാണാൻ വേണ്ടി വന്ന കൂട്ടത്തില് ഒരു വഹാബി വന്നിരുന്നു. വഹാബി വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. നിങ്ങളോടൊന്നും പാപ്പാക്ക് ഇഷ്ടമില്ല, പാപ്പാക്ക് നിങ്ങളോട് വെറുപ്പാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് കയറണ്ട, പാപ്പാനെ കാണാൻ വരണ്ടാറ്. നേരെ മറിച്ച് സേതു ആയിരുന്നു ഇത് പറഞ്ഞിട്ടൊരു നായരുണ്ടായിരുന്നു, പാപ്പാനോട് വലിയ ഇഷ്ടമുള്ള ആളാണ്. അവരൊക്കെ വന്നു, പരിസരത്തുള്ള മുഴുവൻ ആളുകളും വന്നു. ഈ രൂപത്തിൽ ഒരു നാട് ജീവിക്കുകയും ആ നാടിന് വേണ്ടി സർവസ്വവും അർപ്പിക്കുകയും ചെയ്ത ആൾ. കുറ്റിപ്പുറം ജുമാഅത്ത് പള്ളിയുടെ തറക്കല്ലിടൽ ചടങ്ങ് വഫാത്താകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അതേ ജുമാഅത്ത് പള്ളി പൊളിച്ചിട്ട് ആ ജുമാഅത്ത് പള്ളി തറക്കല്ലിടാൻ വേണ്ടി ചെന്നപ്പോൾ കുറ്റിപ്പുറത്തുകാർ മുഴുവനും അവിടെയുണ്ട്. അവരോട് പറഞ്ഞു, തറക്കല്ലിടാനെന്ന് പ്രയാസമുണ്ടായിരുന്നു. മറ്റൊരാളെ കയ്യിലേക്ക് കല്ല് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മഹല്ലത്തിൽ ഒറ്റക്കെട്ടായി ജീവിക്കണം കേട്ടോ, നിങ്ങൾ ഈ മഹല്ലത്തിൽ ഒറ്റക്കെട്ടായി ജീവിക്കണം. ഞാൻ ഈ പള്ളി ഉദ്ഘാടനത്തിന് ഉണ്ടാവൂല, നേരത്തെ അതൊക്കെ മനസ്സിലാക്കി. ഞാൻ ഈ പള്ളി ഉദ്ഘാടനത്തിന് ഉണ്ടാവൂല, നിങ്ങൾ ഒറ്റക്കെട്ടായി. ആ ഒറ്റക്കെട്ട് പരിസര മഹല്ലത്തിലില്ലാത്ത ഒറ്റക്കെട്ട് കുറ്റിപ്പുറത്ത് കാണാം, അവിടെ കാണാം. യാതൊരു വിഭാഗീയതുമില്ല, ഒത്തൊരുമയോടെ സുന്നത്ത് ജമാഅത്തിൽ യാതൊരു വിഭാഗീയതുമില്ലാതെ. എന്നാൽ സുന്നത്ത് ജമാഅത്ത് നല്ലപോലെ പറയാനും അവിടെയുള്ള ഉലമാക്കൾക്ക് ഒരു മടിയും കൂടാതെ സുന്നത്ത് ജമാഅത്ത് പറയാനുള്ള ധൈര്യം അത് കൊടുത്തു. വഹാബിന്റെ പേരിൽ നിസ്കരിക്കണ്ട, വഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്നാൽ പള്ളിയുടെ മുക്കരി നിസ്കരിക്കണ്ട, പള്ളിയുടെ ഇമാമ നിസ്കരിക്കണ്ട, അവരാരും അങ്ങോട്ട് പോകണ്ട. പരപ്പനങ്ങാടിയിൽ ദർസ് നടത്തുമ്പോൾ ഒരു വലിയ വഹാബിന്റെ ജനാസ കൊണ്ടുവന്നു. ആ ജനാസ കൊണ്ടുവന്നപ്പോൾ 1960കളിൽ ആ ജനാസ കൊണ്ടുവന്നപ്പോൾ മുകളിലുള്ള കുറ്റിപ്പുറം ഉസ്താദിന്റെ അടുത്തേക്ക് അന്നത്തെ ഒരു മന്ത്രി ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞു, മന്ത്രി വിളിക്കേണ്ടത് നിസ്കരിക്കാൻ ഞാൻ വരൂലാറ്, അയാൾ വഹാബിയാണ്, ഞാൻ വരൂല. അപ്പോൾ പാപ്പനോട് പരിചയമുള്ള ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, വഹാബികളെ വല്ലല്ലേ നിസ്കരിക്കേണ്ടത്, ഓല് മോശക്കാരായ ആൾക്കാരാവുമ്പോൾ നിങ്ങൾ നിസ്കരിച്ചാൽ ഓല് നന്നാവുമല്ലോ, ഓൽക്കൊരു പ്രതിഫലം കിട്ടുമല്ലോ, നല്ല ഉഷാറുള്ള. അപ്പം പറഞ്ഞു, ഇന്നെപ്പോലത്തെ ആൾക്കാർ നിസ്കരിക്കാൻ പാടില്ല, ഇന്നെപ്പോലത്തെ ആൾക്കാർ നിസ്കരിച്ചാൽ ഒരു നല്ല ആൾക്കാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കും, നിസ്കരിച്ചില്ല, അതിൻ്റെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വഹാബികളോട് വല്ലാത്ത എതിർപ്പ് കാണിച്ചിരുന്ന ആളായിരുന്നു. പലതരം രോഗങ്ങളുണ്ടായിരുന്നു. മഹാനായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം ഉണ്ടായല്ലോ, ബോധം കെട്ടല്ലോ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 17 വഖ്ത് നിസ്കാരം ഇമാമത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞില്ലേ, ആയിഷ അന്ന് ഖൈബറിൽ വെച്ച് എനിക്ക് തന്ന ആ വിഷത്തിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയല്ലേ പറഞ്ഞത്? വേദന നല്ല മരണത്തിന്റെ ലക്ഷണമല്ലേ? എന്താണ് ഈ പറയുന്നത്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സമയക്കുറവ് കൊണ്ട് ഞാൻ ആ ഉദ്ധരണികൾ മാറ്റിവെക്കുക, ഇന്നി അജിദു അലമസുമ്മി എന്ന് പറഞ്ഞില്ലേ, അലം എന്നല്ലേ അവിടെ ഉപയോഗിച്ചത്, സഹീഹായ ഹദീസല്ലേ. എനിക്ക് വേദന വരുന്നു, അതിശക്തമായ വേദന വന്നില്ലേ. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നല്ല മരണത്തിൽ നിന്നിട്ട് വിഭിന്നമാണോ? ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ തലമ്മല് കെട്ടിയിട്ടല്ലേ വന്നിരുന്നത്? അവിടെ നിന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നോ? 2 ആളെ ചുമലിൽ കൈവച്ചിട്ടല്ലേ ജമാഅത്തിന് വന്നിരുന്നത്? ആർക്കതറിയാത്തത്? ആരെയാണ് ഈ പൊട്ടനാക്കുന്നത്? എന്താണ് ഈ പറയുന്നത്? അങ്ങനെയല്ലേ മുത്തുനബി വന്നത്? എന്തേ ഇത്? എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? എന്താണ് ഒരു നല്ല മരണവും നല്ലതല്ലാത്ത മരണവും കൊണ്ട് എങ്ങനെ തീരുമാനിക്കപ്പെടുക? രോഗങ്ങൾ അതിന് കാരണമാണോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, രോഗം ശക്തി പ്രാപിച്ചത് ദുൽഹിജ്ജ മാസം അവസാനത്തെ ബുധനാഴ്ചയാണ്. അതൊക്കെ സ്മരണികൾ എഴുതിയിട്ടുണ്ട്. സ്മരണിക ഒന്നും നില ഇറങ്ങിയതൊന്നല്ല, 25 കൊല്ലമായി ആ സ്മരണികൾ എഴുതിയിട്ടുണ്ട്. അവസാനത്തെ ബുധനാഴ്ചയാണ്, ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. സാലിഹീങ്ങളെ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാമത് അവർക്ക് ഈ രൂപത്തിലാണ് ഉണ്ടാവുക. അവസാനത്തെ ബുധനാഴ്ചയാണ്. കുന്നംകുളത്തൊരു ആസ്പത്രിയിലായിരുന്നു. അവിടെ നിന്ന് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച പറഞ്ഞു കുറ്റിപ്പുറത്തേക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം പോകാൻ പറ്റിയ അവസരമല്ല, പോയി എല്ലാവരെയും കണ്ടു. വെള്ളിയാഴ്ച പോയി, എല്ലാവരെയും കണ്ട്. വെള്ളിയാഴ്ച അമ്മനെയും ഒരു പങ്ങളെയുള്ളത്, ആ പങ്ങളി എല്ലാവരെയും കണ്ട്, എല്ലാവരും പാപ്പനെയും കണ്ട്. അങ്ങനെ ശനിയാഴ്ച വീണ്ടും വളാഞ്ചേരി ആശുപത്രിയിലേക്ക് പോയതാ. അങ്ങനെ വളാഞ്ചേരി ആശുപത്രിയിൽ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട്
ICUയിൽ കിടന്നിട്ടില്ല, വെന്റിലേറ്റർ ഉണ്ടായിട്ടില്ല, വഫാത്തിന്റെ സമയം വരെ ബോധം പോയിട്ടില്ല, എല്ലാം നല്ല പോലെയുണ്ട്. മഹാനായ AP ഉസ്താദ് കാണാൻ വന്നു, അസ്ഹരി തങ്ങൾ കാണാൻ വന്നു, കോയക്കുട്ടി മുസ്ലിയാർ കാണാൻ വന്നു, തൊഴിയൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ സമസ്തന്റെ മുഷാവറ മെമ്പർ അവർ കാണാൻ വന്നു. ഇങ്ങനെ ആളുകളൊക്കെ കാണാൻ വന്ന്, പേരോടത്ത് റഹ്മാൻ സഖാഫി വന്നു, എല്ലാവരും കാണാൻ വന്ന് അവസാനം വഫാത്തിന്റെ തൊട്ടു മുമ്പ് കാണാൻ വന്നത് പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അത് വല്ലാത്ത ബന്ധം അവർ തമ്മിലുണ്ട്, അത് പറയാൻ സമയമില്ലാതെയായിപ്പോയി. അവരാണ് അവസാനമായി കണ്ടത്, വാപ്പാൻ അവസാനമായി കണ്ടത് സയ്യിദാണ്, അവസാനമായി കണ്ടത് അങ്ങനെയാണ്. ബുധനാഴ്ച ഈ ഉള്ളവൻ ബുർദ ചൊല്ലി കൊടുക്കുകയാണ്. പറഞ്ഞപ്പോ അവിടെ എന്റെ നാവിൽ നിന്ന് മിൻഹു എന്ന് പറയേണ്ടടുത്ത് അൻഹു വന്നപ്പോ എന്റെ മുഖത്തേക്ക് നോക്കി തിരുത്തി തന്നു. അത് തിരുത്തി തന്നു. അതങ്ങ് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ കണ്ണുനീരിങ്ങനെ വരികയാണ്. അതിന്റെ അർത്ഥം അതൊക്കെ അർത്ഥം അതിങ്ങനെ വന്നപ്പോ കണ്ണുനീര് വരികയാണ്. അതൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ വ്യാഴാഴ്ച രാത്രി എല്ലാ ആളുകളും അവിടെയുണ്ട്. ബുധനാഴ്ച വീട്ടിൽ നിന്ന് ഉമ്മയും മറ്റൊക്കെ വന്നപ്പോൾ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ദുഹാ സമയത്താണ് വഫാത്താകുന്നത്. ബുധനാഴ്ച ഉമ്മയൊക്കെ വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട, ഇവിടെ ആണുങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, വീട്ടിലിരുന്ന് ഓതിക്കോളിങ്ങളൊക്കെ കേട്ടോ, വീട്ടിലിരുന്ന് ഓതിക്കോളി എന്ന് പറഞ്ഞു. അതിലൊക്കെ സിറുകൾ ഉണ്ടായിരുന്നു. ബുധനാഴ്ച കമ്മിറ്റിക്കാർ വന്നു, അവരോടൊക്കെ പറഞ്ഞു, മഹല്ലത്തിൽ ഐക്യം വേണട്ടോ, ഭിന്നിപ്പുണ്ടാക്കരുത്, മഹല്ലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എല്ലാം അവരോട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞിട്ട് യാതൊരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ വളരെ ശാന്തമായി, ശ്വാസതടസ്സമുണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ ശ്വാസതടസ്സം വരുന്നുണ്ട്, എന്നാലും ശാന്തമായി ഞാൻ സുബഹി നിസ്കരിക്കാൻ ഫുൾ ടൈം ഞാൻ അവിടെയുണ്ട്. സുബഹി നിസ്കരിക്കാൻ വേണ്ടി അടുത്ത റൂമിൽ പോയി സുബഹി നിസ്കരിച്ച് വന്നപ്പോൾ ഞാൻ വാപ്പാനോട് ചോദിച്ചു, വാപ്പാക്ക് മടി കിടക്കണോ? എൻ്റെ മടിയിൽ കിടന്നു. എൻ്റെ കയ്യിൽ അറാക്ക് കരുതിയിരുന്നു. ഞാൻ ആ അറാക്കെടുത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ചുറ്റുഭാഗത്തും ബാപ്പാൻ്റെ 4 മക്കൾ, ബാക്കവിമാരായ 4 മക്കൾ, ബാപ്പാൻ്റെ 3 മരുമക്കൾ, 2 പേര് ബാക്കവിയും 1 ഫൈദിയുമാണ്. ബാപ്പാൻ്റെ പേരക്കുട്ടികൾ എല്ലാം ആലിമീങ്ങളാണ്. അവർ മാത്രമാണ് അവിടെയുള്ളത്. അവർ മാത്രമാണ് ആ സുബഹിൻ്റെ നേരത്തെ പിന്നാലെ ഉണ്ടാവുക. അവർ മാത്രമാണ് അവിടെയുള്ളത്. ആ സമയത്ത് യാസീനും സൂറത്തുൽ റഅദ് മോദി ഈ ഉള്ളവൻ മാറിൽ കിടന്നിട്ട് മിസ്വാക്ക് ചെയ്ത് കൊടുത്ത്, അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ റൂഹ് പോകുന്നത് ഞങ്ങളൊക്കെ കാണുമ്പോൾ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ഇന്നും ഹയാത്തുണ്ട്, അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി. ആ രംഗങ്ങളൊക്കെ കണ്ടിട്ട് എന്തൊരു മനോഹരമായ രംഗം. ആഴ്ചയോളമായി കുളിച്ചിട്ടില്ല, ഒരു ചെറിയ വേണ്ടാത്ത വാസന പോലുമില്ല. ആഴ്ചയോളം കുളിച്ചിട്ടില്ല, രക്തം വരുന്നുണ്ട്, എന്നിട്ട് പോലും ചീത്ത വാസനയുണ്ടായില്ല. അത്ഭുതപ്പെട്ടു പോയ ഡോക്ടർമാർ, അവരിന്നും ഹയാത്തിലുണ്ട്. അവരതിൽ എഴുതി, അവർ സ്മരണികയിൽ എഴുതി, തോമസ് മിയാത്തു അദ്ദേഹം സ്മരണികയിൽ എഴുതി, ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാം അനുസരിച്ച് ഒരു ഡോക്ടർ പറയുന്നത് മുഴുവനും സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം അനുസരിച്ച ആളായിരുന്നു തോമസ് മാത്യു എഴുതി. അതാണ് ശരീഅത്ത്. മാഹിറായ ഡോക്ടർ പറഞ്ഞത് കേൾക്കണം. മാഹിറായ ഡോക്ടർ പറഞ്ഞ ദീനാണ്, അത് ദീൻ, അത് കേൾക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ എഴുതി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സമയത്ത് ഒരൊറ്റ സ്ത്രീ പോലും അവിടെ ഉണ്ടായില്ല. എല്ലാം അന്ന് ചെറുപ്പക്കാരനായ ഡോക്ടർ മുജീബുർ റഹ്മാൻ എല്ലാം ശ്രദ്ധിച്ചു, എല്ലാം മനസ്സിലാക്കിയിട്ട് യാസീൻ സൂറത്ത് ഓതുന്നു. എൻ്റെ മൂത്ത പങ്ങളുടെ മകൻ നസീർ ബാക്കവി പാപ്പാൻ്റെ ചവിട്ടിൽ കെലിമ ചൊല്ലിക്കൊടുക്കുന്നു. അപ്പോഴും കെലിമ ചെല്ലുന്നുണ്ട്, എപ്പോഴും കെലിമ ചൊല്ലി സംസാരം കുറേ നേരത്തെ തന്നെ മാറ്റിവെച്ച് സംസം കുടിച്ച് എല്ലാ കുടുംബക്കാരും ബന്ധപ്പെട്ടവർ, പാപ്പാക്ക് ഒരേ ഒരു അളിയനേയുള്ളൂ, ആ അളിയനുണ്ട്, അളിയൻ്റെ മൂത്ത മകൻ ഉബൈദുണ്ട്, എല്ലാവരും അവിടെ യാസീനും സൂറത്തുൽ റഅദ് മോദിയിട്ട് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് പോയ മഹാന്മാർ, അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് പോയ മഹാന്മാർ, മശായിഖന്മാർ, വലിയ വലിയ മശായിഖന്മാർ, ആ മശായിഖന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് അവരോടൊക്കെ വലിയ ബഹുമാനം കാണിച്ച്
പക്ഷേ ശരീഅത്തുൽ ഇസ്ലാം പറയുന്നതിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിട്ടുവീഴ്ച ചെയ്യാറില്ല. അത് എല്ലാവരും സമ്മതിച്ചൊരു കാര്യമാണ്. ശരീഅത്തിൻ്റെ നിയമം കുറ്റിപ്പുറം മദ്ദൂരിൽ പറയും, അതിനാരും എതിർത്തിട്ടില്ല. അതാരും അത് എതിർക്കുകയോ അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം ഇന്നേ വരെ പറയുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ സമയത്തുള്ള തിളങ്ങുന്ന മുഖം കണ്ട് ഡോക്ടർമാർ പോലും അമ്പരന്ന് പോയി. ആ രൂപത്തിലായിരുന്നു അവിടുത്തെ വഫാത്തുണ്ടായിരുന്നത്. മഗ്രിബിൻ്റെ മുമ്പ് തന്നെ, എല്ലാ വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ മുമ്പ് തന്നെ, വെള്ളിയാഴ്ച മരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കിട്ടല, നമുക്കൊക്കെ അറിയാലോ. മഗ്രിബിൻ്റെ മുമ്പ് തന്നെ അവിടെ നിന്ന് ജനാസ ഖബറടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ അത്യുന്നതന്മാരായ മഹാനായ കാന്തപുരം ഉസ്താദ് അവിടെയുണ്ട്, മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങൾ വന്നു പോയിട്ടുണ്ട്, പഴക്കുട്ടി മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയ സർവ്വ മേഖലയിലുമുള്ള ആളുകൾ ആ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ നിലക്ക് അന്നത്തെ മുഴുവൻ ആലിമീങ്ങളും സമ്മതിക്കുകയും അംഗീകരിക്കുകയും എല്ലാ മഹാന്മാരുമായി ബന്ധപ്പെടുകയും ചെയ്യാൻ പ്രിയപ്പെട്ട ഉപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ അൻ ഖൗലിഹിമുൽ ഇസ്മ വ അക്ലിഹിമുസ് സുഹത ലബിഅസ മാ കാനൂ യസ്നഊൻ. എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കാത്തത്? ജനങ്ങൾ വേണ്ടാത്തരങ്ങൾ പറയുമ്പോൾ എന്താ പറഞ്ഞു കൊടുക്കാത്തത്? ലൗലാ യൻഹാഹും, എന്താ വിരോധിക്കാത്തത്? റബ്ബാനിയങ്ങൾ, ഉബ്ബാദ്, അതുപോലെ തന്നെ അഹ്ബാറാകുന്ന ഉലമാ, എന്താണ് ജനങ്ങളെ തടഞ്ഞു നിർത്താത്തത്? ജനങ്ങൾ വേണ്ടാത്തരം പറയുമ്പോൾ, വഅക്ലിഹിമുസ് സുഹത, ജനങ്ങൾ വേണ്ടാത്തരം ഭക്ഷിക്കുമ്പോൾ, വേണ്ടാത്ത വൃത്തികളിൽ ഏർപ്പെടുമ്പോൾ, ശരീഅത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ എന്താണ് പറയാത്തത്? ലബിഅസ മാ കാനൂ യസ്നഊൻ എന്നുള്ള ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മറാഹ് എന്ന തഫ്സീറിൽ കാണാം, ഫയദ്ഖുലു ഫീ ഹാദ ദമ്മി, അല്ലാഹുവിൻ്റെ ഈ ദമ്മില് പ്രവേശിക്കും കുല്ലുമൻ കാന ഖാദിറൻ അലൻ നഹി അനിൽ മുൻകരി മിനൽ ഉലമാഇ വഗൈരിഹിം വതറകഹു. നഹിയുൻ അനിൽ മുൻകറിന് സാധിച്ച ഉലമാക്കൾ അത് ചെയ്യാതിരുന്നാൽ അല്ലാഹുവിൻ്റെ ഈ ദമ്മിൽ ആ ഉലമാവ് പ്രവേശിക്കും. നഹിയുൻ അനിൽ മുൻകറിനൊക്കെ അവർ സാധിച്ചിട്ട് അവരത് ചെയ്യാതിരുന്നാൽ ഈ ദമ്മിൽ അവർ പ്രവേശിക്കും എന്ന് പറഞ്ഞിട്ട് മഹാനായ മുഹമ്മദ് നബവി അൽ ജാവ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ എഴുതുകയാണ്, വലിദാലിക ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഹാദിഹിൽ ആയത്തു അശദ്ദു ആയത്തിൻ ഫിൽ ഖുർആൻ, അശദ്ദു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ അശദ്ധായ വളരെ ശക്തമായ താക്കീതുള്ള ആയത്താണ്. ഉലമാക്കളവിടെ കടമ നിർവഹിക്കണം, ഉലമാക്കളവിടെ കടമ നിർവഹിക്കണം. കടമ നിർവഹിച്ചില്ലെങ്കിൽ ലബീസ മാ കാനൂ യസ്നഊൻ, അവർ തമ്മാടിത്തരാണ് ചെയ്യുന്നത്, അവർ മോശമായ കാര്യമാണ് ചെയ്യുന്നത്. ഉലമാ കടമ നിർവഹിക്കണം എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. വഖാല ലഹാഖ് എന്നവർ പറഞ്ഞു, മാ ഫിൽ ഖുർആനി ആയത്തുൻ അഖ്വഫു ഇൻദി മിൻഹാ, ഈ ആയത്തിനേക്കാൾ പേടിപ്പെടുത്തുന്ന ഒരു ആയത്തില്ല, ഈ ആയത്തിനേക്കാൾ പേടിപ്പെടുത്തുന്ന ആയത്ത് വേറെയില്ല. മറാഹിൽ അബീദ് 1-ാം വാള്യം 381-ാമത്തെ പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്തുണ്ടായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഉലമാക്കൾക്ക് പറയാതിരിക്കാൻ കഴിയുക? അതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ, അതിൻ്റെ പേരിൽ തലയറുക്കപ്പെട്ടാൽ, അതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും കേൾക്കേണ്ടി വന്നാൽ, നല്ല മരണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, അതൊക്കെ ഉലമാഇന് പുല്ല് വിലല്ലേ? അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓല് ആലിമാണെന്നുള്ള തെളിവല്ലേ അത്? അവർ ആലിമാണെന്നുള്ള തെളിവല്ലേ അത്? അവർ സാലിഹീങ്ങളെ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു, അവർ യഥാർത്ഥ ഫുഖഹാക്കളാണ് എന്നതിന് തെളിവല്ലേ അത്? അവർ ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ എതിർക്കുന്ന വഹാബികൾ, ആ വഹാബികളൊക്കെ തന്നെ ഈ ഉലമാ ചെയ്യുന്നത് അത് സത്യസന്ധമാണെന്ന് വിളിച്ചു പറയല്ലേ അവർ ചെയ്യുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദിൻ്റെ ദർസി ജീവിതം, ഉസ്താദിൻ്റെ നിലപാടുകൾ അതൊക്കെ വളരെ വ്യക്തമാണ്. ഒരു ദിവസം ഒരാൾ വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ഏകദേശം കേരളത്തിൻ്റെ ബോർഡറിൽ താമസിക്കുന്ന ഒരാളാണ്. വലിയ മനുഷ്യനാണ്, പാപ്പാനെ നക്ഷത്ര തുല്യ പണ്ഡിതനെന്നൊക്കെ പറയുന്ന ആളാണ്. അയാൾ വന്നു, അയാളെ കൂടെ കുറേ ആളുകളുമുണ്ട്, വലിയമാരായ ആൾക്കാരുണ്ട്. പാപ്പാക്ക് പലപ്പോഴും പൈസ കൊടുത്തേക്കുകയും ഹദിയ കൊടുത്തേക്കുകയും ചെയ്യുന്ന ആളാണ്. അയാൾ ബാപ്പയും കൂടി
സംസാരിച്ചപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഔലിയാക്കന്മാർ കുറേ കണ്ട് മർത്തബൊക്കെ കണ്ട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിസ്കരിക്കണ്ട. അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ ചോദിച്ചു. ആ അങ്ങനെ ഉണ്ട്. അതെവിടെയുള്ളത്? അതിക്കിയലുണ്ട് പറഞ്ഞു. അതിവിടെ ഉണ്ട്, നിങ്ങൾ കാണിച്ചു തരുമോ ചോദിച്ചു. അല്ല അതിക്കിയലല്ല, അതിൻ്റെ ഹാഷ്യയിലുള്ളത് പറഞ്ഞു. ആ അല്ല ഹാഷ്യ ഇവിടെ ഉണ്ട്, നിങ്ങൾ കാണിച്ചു തരുമോ ചോദിച്ചു. മൂപ്പര് കയറുന്നു വരണ്ട്. പാപ്പാനെ നജിമാണെന്നും വലിയ ആളാണെന്നും ഹദിയൊക്കെ കൊടുക്കുന്ന വലിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ആരായ കണ്ണിയത്തുസ്ഥാനെ സംബന്ധിച്ചൊക്കെ അയാൾ എന്താ പറഞ്ഞെന്നറിയും? വാഗ്വാദമുണ്ടായി. റയീസുൽ മുഹഖിഖിനെ പറ്റി അയാൾ പറഞ്ഞത് വാഗ്വാദമുണ്ടായി. വാപ്പ പറഞ്ഞു ഇയാൾ കള്ളനാണ്, അയാൾ മുഖത്ത് നോക്കി നിങ്ങൾ കള്ളനാണ്, ഇയാൾ കള്ളനാണ്. അപ്പോൾ കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഓരെ പറയണ്ട, ഞങ്ങളെ പറഞ്ഞോളിന്ന്. നിങ്ങളൊറ്റൊന്നും ഇയാളെ കൂട്ടത്തിൽ കൂടെ ഉണ്ടാകും, ഇയാൾ നിങ്ങൾ നശിപ്പിക്കുന്നത്, ഇയാൾ കള്ളനാണ്. കാരണം തെക്ലീഫുള്ള സമയത്ത്, അക്കലുള്ള സമയത്ത് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? അതെവിടെയുള്ളത്? അക്കലുണ്ടെങ്കിൽ, അക്കലില്ലെങ്കിൽ ബുദ്ധിയില്ലെങ്കിൽ ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. ബുദ്ധിയില്ലാത്ത ആൾക്കാരെ പറ്റി നമുക്ക് പറയാൻ കഴിയില്ല. ചില ആളുകൾക്ക് ജദ്ബിൻ്റെ അവസരമുണ്ടാകും, നമുക്കതറിയില്ല. ഉഖലാ ഉൽ മജാനീൻ എന്ന് ഇമാം നൈസാബൂരി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. പണ്ട് കേരളത്തിൽ ഒരാൾ ഒരു പത്രത്തിൽ എഴുതി, ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ ഇവിടെ വേണ്ടേന്ന്. ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെ മനസ്സിലാക്കാൻ ആദ്യം ഇവിടെ ഇത് വേണ്ടേ? ബുദ്ധിയുള്ളവർ വേണ്ടേന്ന് അദ്ദേഹം എഴുതിയത് ശരിയാണ്. അപ്പോൾ മജ്ദൂബീങ്ങളായ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഏതായിരുന്നാലും അക്കലുണ്ടെങ്കിൽ നിൽക്കാൻ ഒഴിവാവില്ലല്ലോ, നിൽക്കാൻ കഴിയുള്ളൂ, നിൽക്കണം അല്ലെങ്കിൽ ഇരിക്കണം, ഇങ്ങനെയല്ലേ നിസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതൊരു കിതാബിലും അങ്ങനെയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അയാളെ മുഖത്ത് നോക്കിയിട്ട് വാപ്പ പറഞ്ഞു നിങ്ങൾ കള്ളൻ, അഞ്ഞിങ്ങോട്ട് വരാൻ പാടില്ല, എനിക്ക് പൈസ കൊടുത്താക്കാൻ പാടില്ല. ഈ ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ അറിയാൾ പിന്നെ അടക്കാൻ പാടില്ല. ഇത് വാപ്പാൻ്റെ ശൈലിയാണ്. കുറ്റിപ്പുറത്ത് ഞാൻ ചെറുപ്പമുള്ള സമയത്ത് ഒരാൾ വന്ന് പ്രസംഗിക്കാം. അയാൾ ഒരു മരുന്നും കച്ചവടത്തിന് വന്നതാണ്. പിന്നെ അറിഞ്ഞത് അയാളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ അന്ന് വാപ്പ അവിടെ ഇരിക്കുന്നുണ്ട് ജുമാക്ക്. അപ്പോൾ ഇയാൾ സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഉണ്ട് അറിഞ്ഞു. അപ്പോൾ നിർത്തണ പ്രസംഗം തന്നെ, ബുഖാരിയിൽ അങ്ങനെ ഇല്ലാറ്, അങ്ങനെ ബുഖാരിയിൽ ഇല്ലാറ്, ബുഖാരിയിൽ ഇല്ലാത്തുണ്ടെന്നറിയാം. അപ്പോൾ ഇയാൾ പിന്നെ അവരോട് ചോദിച്ചു ആരാണ് മൊയ്ലിയർ ചോദിച്ചു. സാധാരണ ആൾക്കാർക്ക് ബുഖാരിയിലുണ്ട്, അതുപോലെ ബുഖാരി മറിച്ച് നോക്കും. അപ്പം അതറിയാം, അറിയുന്നതുകൊണ്ട് അപ്പം പറഞ്ഞ് നിർത്തം അവിടെ അറിഞ്ഞു. അങ്ങനെ ഇല്ലാറ്, അങ്ങനെ ഒരു വിഷയമില്ല, ഇല്ലാത്തത് പറയാം. മരുന്ന് കച്ചവടത്തിനാണെങ്കിൽ ഇങ്ങനെ പറയലാണോ? അതാണ് ശൈലി. ഉടനെ പറയും. ഒരു പ്രശ്നത്തിൽ അവിടെ ഒരു മുത്തവല്ലി വന്നപ്പോൾ അന്നാരെ മുത്തവല്ലിയാക്കി വെച്ചു. ഈ ഒരു മുത്തവല്ലി അന്നാരെ മുത്തവല്ലിയാക്കി. അപ്പോൾ ഇയാൾ പറഞ്ഞു ആൾക്കാരൊക്കെ അങ്ങനെ മുത്തവല്ലി എന്ന് പറയുന്നുണ്ട്, ആൾക്കാരൊക്കെ മുത്തവല്ലി അറിഞ്ഞ് മുത്തവല്ലിയാവുക വെച്ചു. പിറ്റേ ദിവസം മൂപ്പർ ആ പള്ളിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും എല്ലാം വാപ്പാനെ കൊണ്ട് ഏൽപ്പിച്ചു. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചൂടായാലും ഇവരൊക്കെ വാപ്പാക്കെതിരെ തിരിയും, ഇവർക്കൊക്കെ വാപ്പാനാണ് വലിയ സ്നേഹമാണ്. ഒരു മൗലിയാരും കുട്ടികളും കൂടി വന്നത് ബുധനാഴ്ച വന്നു. ഒരിങ്ങനെ സിയാറത്ത് പോയിട്ട് ആ കുട്ടികളൊക്കെ കോളേജിലേക്ക് പോകുന്ന അവസരമായിട്ട് സിയാറത്തിന് ഇങ്ങനെ പോയിട്ട് വന്നപ്പോൾ ആ മൗലിയർ വന്ന ഉടനെ ചോദിച്ചു, വാപ്പ ചോദിച്ചു അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇന്ന് ദിവസം എന്താ? ഇന്ന് ബുധനാഴ്ച ഇങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കേണ്ട ദിവസമാണോ ദർസെടുത്തേണ്ട ദിവസമാണോ വെച്ചു. ആ കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ട്. ബുധനാഴ്ച ഇങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കേണ്ട ദിവസമാണോ ദർസെടുത്തേണ്ട ദിവസമാണോ? അദ്ദേഹം അതിന് ശേഷം വലിയ അഭിമാനത്തോടുകൂടെ എന്നോട് പറയാം. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല, അദ്ദേഹം തന്നെ പറയണത് ഒരു വെറുപ്പുണ്ടായില്ല. വേറെ ഒരാൾ മഖ്ദൂം തറവാട്ടിൽപ്പെട്ട ഒരാൾ അദ്ദേഹമൊക്കെ ഉണ്ട്, അവരൊക്കെ ദിവസവും വാപ്പാക്ക് ഫാത്തിഹ ഓതുന്ന ആൾക്കാരാണ്. ഒഫാർ സയ്യിദ് 2 ദിവസം വിളിച്ചിട്ട് വാപ്പാൻ്റെ മദഹുകൾ എമ്പാടും പറഞ്ഞു. ഒഫാർ സയ്യിദ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിൽ പാപ്പാൻ്റെ പേരക്കുട്ടിൻ്റെ പേരക്കുട്ടിയാണ്, വാപ്പാൻ്റെ ഉസ്താദിൻ്റെ പേരക്കുട്ടിയാണ്. വാപ്പാൻ്റെ മദഹുകൾ എമ്പാടും പറഞ്ഞു. ധാരാളം വഫാത്ത് കാലത്തും അതിന് ശേഷമുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ധാരാളം മദഹുകൾ നമുക്ക്. ഞാൻ ഇതിൻ്റെ ഇടക്കെന്താ പറഞ്ഞു പറഞ്ഞല്ലോ, മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടീനെ റഷ്യയിലേക്ക് മെഡിസിൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്, ഉസ്താദ് ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ ദ്വാരക്കലാണ്. നിങ്ങൾ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ആളാണ്, നിങ്ങൾ ഇൽമ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ അത് മൂപ്പരെന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ അവിടെ ഇല്ല, മൂപ്പരെന്നെ എന്നോട് പറഞ്ഞു. മൂപ്പരെപ്പോഴും ഹയാത്തിലുണ്ട്, ഞാൻ ദ്വാരക്കലാണ്. നിങ്ങൾ മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട ആൾ, നിങ്ങൾക്ക് ഈ സ്ഥാനം കൊണ്ട് ഇൽമോണ്ട് ആ സ്ഥാനം ഉണ്ടായത്. നിങ്ങൾ കുട്ടിനെ ഇൽമോട് കൂടെ മെഡിസിൻ പഠിപ്പിക്കുന്നത് തയ്യാറാറില്ല. ഇൽമ ഒഴിവാക്കിയിട്ട് മെഡിസിൻ പഠിപ്പിക്കാൻ വേണ്ടി റഷ്യക്ക് പറഞ്ഞേക്കുമ്പോൾ ഞാൻ ദ്വാരക്കലാണ്. അങ്ങനെ അയാൾ പറഞ്ഞു ഞാൻ കയ്യും കാലും പിടിച്ചിട്ട് ദ്വാരപ്പിച്ചു എന്നാണ് മൂപ്പർ എന്നോട് പറഞ്ഞ്. ഒക്കെ പിടിച്ചിട്ട് ദ്വാരപ്പിച്ചു. ഇന്നും ഞാൻ ദിവസവും പാപ്പാക്ക് യാസീൻ ഓതുന്നുണ്ട് പറഞ്ഞു.
അന്ന് വാപ്പ പറഞ്ഞത് എനിക്ക് നല്ല മനസ്സിലായിരുന്നു. എനിക്ക് നല്ല മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇൽമ് പഠിപ്പിക്കാതെ വിട്ടതിൻ്റെ ദുരന്ത ഫലം ഞാൻ നന്നായിട്ട് അനുഭവിച്ചു എന്ന് അദ്ദേഹം പറയാണ്. അത് പറയേണ്ടത് അപ്പം തന്നെ പറയും, അത് പിന്നെ നീട്ടി വെക്കൂല. മഹാനായ വൈലിത്തറ ഉസ്താദ് മരിച്ചുപോയി, വലിയ മഹാനായിരുന്നല്ലോ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി. അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് 2 മൗലവിമാരാണ് പേടി, ഒന്ന് കണ്ണിയത്ത് ഉസ്താദിനെയും ഒന്ന് കുറ്റിപ്പുറ മൗലവിയും. കാരണം സദസ്സിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല, അവിടെ നിർത്തുന്നറിയും. അതിന് ധൈര്യമുള്ള ഈ 2 ആൾക്കാരാണ്. കണ്ണിമൂലിയത് അങ്ങനെയാണ്, അപ്പം പറയും നിർത്ത അവിടെ, അത് ശരിയല്ല എന്നപ്പം തന്നെ പറയും. അങ്ങനെ ധൈര്യമുള്ള ആൾക്കാരായിരുന്നു അവരൊക്കെ തന്നെ മഹാന്മാരായ ആൾക്കാർ. അവരെയൊക്കെ അംഗീകരിച്ചിരുന്നു, അവരൊക്കെ മദ്ഹ് ചെയ്തിരുന്നു. അവരെയൊക്കെ ഈ വഹാബികൾ മാത്രമാണ് അവരെ കുറ്റം പറഞ്ഞ് കണ്ണി പറ്റില്ല പതിപറ്റില്ല എന്നൊക്കെ. വഹാബി അല്ലാതെ ആരാ പറയാ? എടാ, പറപ്പൂരിൻ്റെ പുറപ്പാട് പാങ്ങുപെട്ട പാട് എന്നൊക്കെ പറഞ്ഞ് പാങ്ങുകാരനൊക്കെ ഈ വഹാബി അല്ലാതെ ആരാ വിമർശിക്കുക? അപ്പോൾ ഫുഖഹാഇനെയും ഉലമാഇനെയും ഒക്കെ തള്ളിപ്പറഞ്ഞത് വഹാബികളാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു അവരുടെയൊക്കെ മദദ്, മഹാന്മാരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രിമുൽ ഉലമാ, നിങ്ങൾ ഉലമാഇനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ മുത്തുനബിൻ്റെ വാക്ക് സ്വീകരിച്ച് ജീവിക്കാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അക്രിമുൽ ഉലമാ, നിങ്ങൾ ഉലമാഇനെ ബഹുമാനിക്കണം. അവർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ഇത് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൗണ്ട് സിസ്റ്റം അത് നമുക്ക് സൗകര്യം ചെയ്തു തന്ന സഹോദരൻ്റെ ഉമ്മ അവർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ എല്ലാവരും ദ്വാരക്കാൻ വേണ്ടി പറയുന്ന ആളുകളാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നല്ല പോലെ അറിയുന്ന ആൾക്കാരാണ് നെടിയിരുപ്പ്. കാരണം പതിവുസ്താദ് വന്ന സ്ഥലമല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് എതിരാര് പറഞ്ഞാലും അവരൊക്കെ വെറുക്കുന്ന ആളുകളാണ് ഈ നെടിയിരുപ്പുകാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ ഉമ്മാക്ക് ആഫിയത്ത് സിഹത്ത് സലാമത്ത് നൽകട്ടെ. ഗൾഫിൽ നിന്ന് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾപ്പെട്ട ഒരു വാക്കവി വിളിച്ചിട്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കമ്മുണ്ണീർ പാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ട്, മശായിഖന്മാരെ ബർക്കത്ത് കൊണ്ട് അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർത്തു കൊടുക്കുമാറാകട്ടെ. നമുക്കെമ്പാടും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. മഹാനായ കമ്മുണ്ണീർ പാപ്പ അടക്കമുള്ള, വടകര ഒമ്പതാജി പാപ്പ അടക്കമുള്ള കഴിഞ്ഞുപോയ മഹാന്മാർ, മഹാനായ കണ്ണീത്ത് ഉസ്താദ്, കുറ്റിപ്പുറം ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഇങ്ങനെ മഹാനായ താജുൽ ഉലമ അടക്കമുള്ള ബഹുമാനപ്പെട്ട എൻ്റെ ശൈഖുന വാപ്പുസ്താദ് അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും നമ്മുടെ മശായിഖന്മാർ ഉസ്താദന്മാരെ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരുമാറാകട്ടെ. ഫഖഹാഇനെതിരെയും ഉലമാഇനെതിരെയും ഒക്കെ ശബ്ദിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു നല്ല ബുദ്ധി കൊടുത്ത് അതിൽ നിന്നൊക്കെ പിന്തിരിയാനുള്ള അവസരമുണ്ടായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബ് സുലൈമാൻ ഉസ്താദ്, എ പി ഉസ്താദ് അടക്കമുള്ള മശായിഖന്മാർ, പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ് അടക്കമുള്ള എല്ലാ മഹാന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ ഏൽക്കേണ്ടി വരുന്നതൊക്കെ വാക്കായിരുന്നാലും പ്രവർത്തനങ്ങളായിരുന്നാലും അതൊക്കെ വലിയ പ്രതിഫലമായി നമുക്കും മശായിഖന്മാർക്കും ഉസ്താദുമാർക്കും അല്ലാഹു ആക്കിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.